എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഗാർണിയറിൻ്റെ മിസലർ വാട്ടർ വെച്ചിട്ട് എൻ്റെ ഒരു ഫേസ് ആൻഡ് നെക്ക് ഞാൻ വൈപ്പ് ചെയ്യാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഡേർട്ട് എനിക്ക് വൈപ്പ് ചെയ്തപ്പോൾ എടുത്തപ്പോൾ കിട്ടി. ഡബിൾ ക്ലെൻസിങ് ചെയ്യാറുണ്ട് ഞാൻ മോർണിംഗ്. അപ്പോൾ അടുത്തതായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത്. ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിൻ റിന്യൂ ബൈ ഡോക്ടർ വി ഡെമാക്കോൻ്റെ ആ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഫിലിം ചെയ്തില്ല. ആഫ്റ്റർ ദാറ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ സി സിറാണ്. ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി പ്ലസ് ഫെറുലിക് ആസിഡ് സിറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ്സെങ്കിലും മിനിമം ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം ആ സിറം ഒന്ന് അബ്സോർബ് ആയി പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ലിപ് ബാം ഇടാണ് ചെയ്യുന്നത്. ഞാൻ ഇടുന്ന ലിപ് ബാം എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമായ NMFയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. മോർണിംഗ് എന്തായാലും SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ലിപ് ബാമിന് SPF 40 ഉണ്ട്. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻ സെറാവൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഞാൻ ഇടുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫീലാണ്. പെട്ടെന്ന് അബ്സോർബ് ആയി പോവുകയും ചെയ്യും. ഒട്ടും ഗ്രീസി എഫക്റ്റ് ഫീൽ ചെയ്യില്ല നമ്മുടെ സ്കിന്നിൽ. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഡീകൺസ്ട്രക്ഷൻ്റെ ജെൽ സൺസ്ക്രീനാണ്. ഇതിൽ SPF 55+ PA++ ഉണ്ട്. പിന്നെ ഞാൻ ഈ സൺസ്ക്രീൻ ഇൻഡോർ മാത്രമാണ് യൂസ് ചെയ്യുക. ഔട്ട്ഡോർ ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്